ഗൈസ്, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത കൂലി August 14th ഓരോ ദിവസം കാത്തിരിപ്പാണ്. അതെ, ഓരോ ദിവസം കാത്തിരിപ്പാണ്. ഞാനിങ്ങനെ ഡെയിലി ട്രെയിലർ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു ക്യൂരിയോസിറ്റിയും എന്തായിരിക്കും നടക്കാൻ പോടെ എന്നുള്ള ഒരു ഹൈപ്പ് ഇങ്ങനെ കേറി വരുവാണ്. നിങ്ങൾ 2K കിഡ്സിന് കൂലിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ലെങ്കിൽ ട്രെയിലറും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഒന്നാമത് ലോകേഷിന്റെ മൂവിയാന്ന് പറയുമ്പോ തന്നെ നമുക്ക് അമ്മാതിരി ഹൈപ്പാണ്. കാരണം എടുത്തു വെച്ച മൂവീസ് എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ട് മൂവീസ്. അതായത് നിങ്ങളുടെ സനയുടെ കാത്തിരിപ്പിന്റെ ഫസ്റ്റ് റീസൺ ലോകേഷാണ്. ലോകേഷിന്റെ LCU മൂവീസാണ് എൻ്റെ കാത്തിരിപ്പിന് ഇത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ തമിഴില് ടോപ്പായി നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു മൂവി സീരീസ് വരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാർവലൊക്കെ പോലെയാണ് എനിക്ക് LCU ഫീൽ ചെയ്യുന്നത്. അപ്പൊ LCU ആയിരിക്കും കൂലി എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത്. അതാണ് എൻ്റെ ഇത്. അല്ലെ, നമുക്ക് മുന്നേ കണ്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുമോ, അങ്ങനെയൊക്കെയാണ് എനിക്ക് വെയിറ്റ് ചെയ്ത് കാണുന്ന ഒരു കാര്യം. എനിക്ക് പറഞ്ഞ പോലെ ലോകേഷ് ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റീസൺ നമ്മുടെ രജനി സാറ് തന്നെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന രജനീകാന്ത് സത്യരാജ് ഒരുമിച്ച് അഭിനയിക്കുന്നു. ഒരു 10-39 കൊല്ലത്തിന് ശേഷം അഭിനയിക്കുന്നു. ഒരു കാലത്ത് സത്യരാജ് രജനീകാന്തിന്റെ വില്ലനായിട്ട് പൊളിച്ചടക്കിയതായിരുന്നു. ഒരു മിസ്റ്റർ ഭരത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കൊക്കെ ശേഷം 30 വർഷം കേട്ടാണ് അവർ ഒരുമിച്ച് അഭിനയിക്കുന്നത്. പിന്നെ കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര, ആമിർ ഖാനും ഉപേന്ദ്രയും ഗസ്റ്റ് റോളാണ്, പക്ഷെ വരുമല്ലോ എല്ലാ ലാംഗ്വേജിനുണ്ട്. പിന്നെ നാഗാർജുന എന്ന് പറയുന്ന തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് കൊടും വില്ലനായിട്ട് അഭിനയിക്കുന്നു. അല്ല, ഇതിനു മുന്നേ കുബേരയിലും ഇപ്പോഴാണ്, അതാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ കുബേര മുതലാണ് ആ ഒരു നെഗറ്റീവ് റോളിലോട് വന്നത്. അങ്ങനെ അവിടെ ഒരു ഹീറോ ആയിട്ടൊരു നാഗാർജുന പറഞ്ഞല്ലോ ഞാനിതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതിന്റെ ഇപ്പൊ പ്രീ റിലീസ് ഇവന്റ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എത്ര പേര് കണ്ടു എന്നറിയില്ല. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ രജനീകാന്ത് പറയുന്ന ഒരു കാര്യം, ഈ കഥ ശരിക്ക് ഇത് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ ലോകേഷ് മാനഗരത്തിന്റെ ടൈമിൽ എഴുതി വെച്ച കഥയാണ് ശരിക്കും. അതായത് കൂലി എന്ന് പറയുന്നത് മാനഗര ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന കുറച്ച് കാലം കേട്ടാണ് ആ സിനിമ ഇറങ്ങിയത്. അപ്പൊ ആ സിനിമ അങ്ങനെ പെട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ലോകേഷ് ആ സമയത്ത് 6-7 സ്ക്രിപ്റ്റ് ആ സമയത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് ലോകേഷിന്റെ ഒരു ഫ്രണ്ട് ആ സിനിമയിൽ വന്നിട്ടില്ല. ലോകേഷിന്റെ ഫ്രണ്ടിന് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ് എഴുതിയൊരു സ്ക്രിപ്റ്റാണ് കൂലി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന മാനഗര ഇറങ്ങി ഭയങ്കര ഹിറ്റായി, കൈത് സംഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കൈതി ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് മാസ്റ്ററിന്റെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്താണ് രജനീകാന്തിനായിട്ടൊരു മീറ്റിംഗ് ലോകേഷിന് കിട്ടിയിട്ട് ലോകേഷ് അന്നൊരു കഥ പറഞ്ഞു. പക്ഷെ ആ കഥ അന്ന് വർക്കായില്ല. ഇവര് പോയി വർക്ക് ചെയ്ത് വന്നപ്പോൾ വർക്കാവുമ്പോൾ ഇയാൾ പറഞ്ഞു വേറൊരു കഥ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്യാൻ നിരുന്നാണെന്ന് പറഞ്ഞാൽ ആ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രജനീകാന്തിന് ഇഷ്ടപ്പെട്ടു. അത് വേറെ തരത്തിലോട്ട് എത്തിച്ചു. പ്രൊഡക്ഷൻ വന്നപ്പോൾ പ്രൊഡ്യൂസർ സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ ലോകേഷിനോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സിനിമ ചെയ്യാം, ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായി മാറണം. അതായത് ഇപ്പോൾ തെലുങ്കില് ബാഹുബലി മുതൽ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ട്, കന്നഡയില് RRR നമ്മുടെ KGF കാന്താര പാൻ ഇന്ത്യൻ ലെവലിൽ പോയി, തമിഴിൽ നമുക്ക് ഇതുപോലൊരു പാൻ ഇന്ത്യൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ആ ലെവലാണ് ലോകേഷ് വർക്ക്ഔട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് എല്ലാം. ഈ പറയുന്ന പോലെ രജനീകാന്ത് തന്നെ തമാശയിട്ട് പറഞ്ഞു, സത്യരാജ് പണ്ട് ശിവാജി സിനിമയില് രജനീകാന്തിന് അത്ര തന്നെ പ്രതിഫലം തരാമെന്നുകൊണ്ട് അഭിനയിക്കാത്ത ആളാണ് സത്യരാജ്. ആ സത്യരാജിനെ ലോകേഷ് എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നിട്ട് പറഞ്ഞു ഇതില് ഉപേന്ദ്രനെ വിളിച്ചു. രജനീകാന്ത് തമാശയിട്ട് പറഞ്ഞു നാഗാർജുന സീരിയസ് അല്ലെങ്കിൽ പാവ റോള് മാത്രം ചെയ്യുന്ന ഒരാളാണ്, നാഗാർജുനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ലോകേഷിന് ഒരു കൺവിൻസിങ് പവറാണ് പറഞ്ഞത്. പിന്നെ ശ്രുതി ഹസനെ അഭിനയിപ്പിച്ചത്. അപ്പോൾ ശ്രുതി ഹസൻ ഇതിൽ വന്നപ്പോൾ പറഞ്ഞത് അച്ഛന്റെ സിനിമ അഭിനയിക്കാനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അച്ഛന്റെ സിനിമയിൽ അഭിനയിക്കാൻ മുമ്പ് ഭയങ്കര ടെൻഷനാ, ശരിയായില്ലല്ലോ. അപ്പൊ എനിക്കൊന്നും ഇതിൽ അഭിനയിക്കുന്ന രജനി സാറിന്റെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ടാണ് ശ്രുതി വന്നത്. പിന്നെ ഇതില് വേറൊരു മെയിൻ റോള് നമ്മളെ മലയാളികളുടെ അഭിമാനം സൗബിൻ. അപ്പൊ മോണിക്ക പാട്ട് ഇറങ്ങിയപ്പോഴും സൗബിൻ കൊണ്ടുപോയി. സൗബിൻ ഭയങ്കര എനർജി. കാരണം മറ്റേ കൂലിയുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോഴും മോണിക്കയില് സൗബിന്റെ ആ ഒരു എനർജി ലെവലാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല സൗബിൻ അത് കൊണ്ടുപോയി. പൂജ ഹെഗ്ഡേനൊക്കെ മാറ്റി സൗബിൻ കൊണ്ടുപോയി. അതെ, അപ്പൊ
എനിക്ക് ആ ഒരു പെർഫോമൻസിനേക്കാൾ ഒരു ഡബിൾ അടങ്ങിയ പെർഫോമൻസ് ആയിരിക്കും മൂവിയിലും എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിന്റെ ഒക്കെ ഇവരുടെ ഒക്കെ സംസാരത്തിന് മനസ്സിൽ രജനീകാന്ത് പറഞ്ഞത് ഇതിൽ ഒരു ക്യാരക്ടർ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാ ചെയ്യുന്നത് വെച്ചപ്പോൾ ലോകേഷിന്റെ മനസ്സിലും എന്റെ മനസ്സിലും ഒരാളുണ്ടായിരുന്നുള്ളൂ, ഫഹദ് ഫാസിലാണ്. അപ്പൊ ലോകേഷ് പറഞ്ഞു വിക്രത്തില് ഫഹദ് സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ രജനി പറഞ്ഞു എന്റെ കൂടെ ഇപ്പൊ വേട്ടയാനിൽ ചെയ്യുന്നുണ്ടോ, പക്ഷെ ഫഹദ് ഫാസിന്റെ ഡേറ്റ് എന്തോ ക്ലാഷ് ആയപ്പോ അടുത്ത ഓപ്ഷനാണ് സൗബിൻ. അപ്പോൾ സൗബിൻ അങ്ങനെ തമിഴ് സിനിമയിൽ നിന്ന് അഭിനയിക്കാത്തതുകൊണ്ട് രജനീകാന്തിന് അങ്ങനെ സൗബിനെ മനസ്സിലായില്ല. അപ്പോൾ സൗബിന്റെ അത് രജനീകാന്തിന്റെ തമാശയായിട്ട് പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ എന്നെ പോലെ കഷണ്ടിക്ക് ആയിട്ടൊരു പൊക്കം കുറഞ്ഞൊരു പയ്യൻ ഈ റോള് ഫഹദിന്റെ പെർഫോമൻസ് അറിയാം. അപ്പൊ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രജനിക്ക് മനസ്സിലാവും മഞ്ഞുമൽ ബോയ്സിലെ നടനാണ്. പക്ഷെ രജനീകാന്ത് പറയാൻ എൻ്റെ ഒരു പടം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ രജനീകാന്ത് പോയി. പിന്നെ അടുത്ത ഷെഡ്യൂളിൽ എന്തോ വന്നപ്പോഴേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ സൗബിന്റെ പെർഫോമൻസ് കാണിച്ചു കൊടുത്തു ലോകേഷ്. ഞാൻ പറഞ്ഞേ വാട്ട് ആൻ ആക്ടർ എന്നാണ് പറഞ്ഞത് സൗബിനെ കുറിച്ച്. എനിക്കൊന്ന് രജനീകാന്ത് ഹീറോ, പിന്നെ നാഗാർജുന വില്ലൻ, പിന്നെ ത്രൂ ഔട്ട് റോള് സൗബിന. അങ്ങനെ ഉപേന്ദ്രയും മറ്റേ ആമിർ ഖാനൊക്കെ ഗസ്റ്റ് റോളാണ്. ഇപ്പൊ നമ്മുടെ ഫഹദ് ഫാസിലിന് ഫഫ എന്ന് പറയുമ്പോ എല്ലാ ഇൻഡസ്ട്രീസ് പറയും. അതേപോലെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായെങ്കിലും സൗബിൻ എന്ന് പറയുന്ന ഒരു ആ നടന് കുറച്ചും കൂടി മൈലേജ് കിട്ടാൻ. കാരണം ഇപ്പോ ഫഹദിന്റെ തന്നെ നമുക്കറിയാം, ഇപ്പൊ വേട്ടയാനില് രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു. വേട്ടയാൻ സിനിമ അങ്ങനെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമാണെങ്കിലും രജനി സിനിമ എന്ന് പറഞ്ഞാൽ അതിലൊരു മൈലേജ് ഉണ്ട്. ഫഹദിന് അറിഞ്ഞു പുഷ്പ 1ഉം 2 പുഷ്പ 2ഉം എവിടെ എത്തി ആ സിനിമ, ആ സിനിമ സഞ്ചരിച്ചോടത്തൊക്കെ. കാരണം പുഷ്പ നോർത്ത് ഇന്ത്യയിൽ പുഷ്പയുടെ പുഷ്പ 2ന്റെ ഹിന്ദി ഡബ് ഹിന്ദിയില് ഇൻഡസ്ട്രി ഹിറ്റായി. ഏറ്റവും കൂടുതൽ എനിക്ക് മറ്റേ ജവാൻ പത്താൻ പിന്നെ സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനൊക്കെ അതായത് ആ ഒരു ലെവൽ എത്തിയ സിനിമയാണ്. അപ്പൊ അത്രയും ആളുകൾ ഫഹദ് ഫാസിലിനെ കണ്ടു. അപ്പൊ ഫഹദ് ആയിരുന്നെങ്കിൽ ആ മോണിക്ക ഡാൻസ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു, ഫഹദ് ആണെങ്കിൽ വെച്ച സൗബിൻ അതൊരു വലിയൊരു എനർജി ഭയങ്കരമായിട്ട് നമുക്ക് ആ സൗബിൻ സ്ക്രീൻ പ്രസൻസ് നല്ലോണം ഉണ്ടായിരുന്നു ആ മോണിക്ക പാട്ടിലാണ്. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോഴും സൗബിന്റെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര നന്നായി തോന്നി. ഇപ്പം നമ്മള് മലയാളത്തില് മഞ്ഞുമൽ ബോയ്സിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു സൗബിൻ പ്രാവിൻകോട് ഷാപ്പ് മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പല ഷെഡ്യൂളുകളായതുകൊണ്ട് സൗബിൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. പിന്നെ കുറച്ചും കൂടെ സൗബിന് മൈലേജും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പും ജയിലോണ്ട സമയത്തും ഈ സമയത്തൊക്കെ രജനീകാന്ത് പറഞ്ഞ പോലെ അനി എങ്കയോ കൊണ്ട് സിനിമ എത്തിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു മൂവിയുടെ സോളാണ് അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് സംഭവം എല്ലാരും കുറെ ജഡ്ജ് ചെയ്യും, അത് കോപ്പിയാടി അത് ഇതൊക്കെ പറഞ്ഞാലും, പക്ഷെ ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ആ പാട്ടിന് എയർമാനെ പോലെ അനിരുദ്ധും ഇപ്പൊ ഭയങ്കരമായിട്ട് എയർമാനുള്ള ഒരു കമ്പ്യൂട്ടറൈസ് സാധനങ്ങളുണ്ട്. എനിക്കൊന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ അത് കണ്ടിട്ടില്ല, അനിരുദ്ധ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞു തോന്നുന്നു, ഇതിൽ ആ ഒരു സോങ്ങില് AI അതായത് ChatGPT യൂസ് ചെയ്ത് അതൊക്കെ ഞാൻ പറഞ്ഞ അനിരുദ്ധ ആ അപ്ഡേറ്റഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയുകയും പറഞ്ഞല്ലോ. അത് മാത്രമല്ല നമുക്ക് ഒരു സോങ്ങിന് ഇപ്പൊ മോണിക്ക ഇറങ്ങിയപ്പോ അതിന് അഡിക്റ്റ് ആയി. ഇപ്പൊ എല്ലായിടത്തും കാണുമ്പോഴും കൂലി പവർ ഹൗസ് സോങ് ആണ്. ഇതില് നമ്മുടെ ഒരു സോങ്ങില് ആ സോങ് മറ്റേ ടി രാജേന്ദ്രൻ നമ്മുടെ ചിമ്പുവിന്റെ ഫാദർ പാടിയ ഒരു സാധനം ചിമ്പുവിന്റെ ഫാദറിനെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതില്. എന്നിട്ട് ഭയങ്കര കാര്യം രജനി സാറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടി രാജേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ 80s സ്റ്റാറാണ്. പുള്ളിക്ക് വയ്യാന്ന് തോന്നുന്നു, പുള്ളി അല്ലെങ്കിൽ പുള്ളി ഒന്നൊന്ന് ഇളകി ചെയ്യേണ്ടതാ. അപ്പൊ ആ ഒരു സോങ്ങും വേറൊരു സോങ് ഇപ്പൊ സാൻഡി മാസ്റ്റർ ആണ് ഇതിന്റെ ഡാൻസ് മാസ്റ്റർ. എന്നിട്ട് രജനീകാന്ത് പറഞ്ഞ സാൻഡി മാസ്റ്റർ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു, മാസ്റ്റർ ഞാൻ 1950 മോഡലാണ്, കുറെ ആയിട്ട് ഓടിയ വണ്ടിയാണ്, അധികം സ്റ്റെപ്പുകളൊന്നും എനിക്ക് തരാതെ, അത്ര ഒരു വിനയത്തോടു കൂടിയാണ് രജനീകാന്ത് സംസാരിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് LCU ഉണ്ടോന്നാണ്. LCUന്റെ കാര്യം ഇപ്പോഴും സസ്പെൻസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് LCU ഉണ്ടായിരുന്നെങ്കിൽ ഫഹദിനെ അഭിനയിപ്പിക്കില്ലല്ലോ. പക്ഷെ പലരും കുറെ കാര്യം പറയുന്നുണ്ട്. കാരണം നമുക്ക് വിക്രം മൂവിയില് കണ്ടെയ്നർ മിസ്സായി റോളക്സ് തപ്പി നടക്കുന്ന കണ്ടെയ്നർ ഈ മൂവി ഇതൊരു സ്റ്റാൻഡ് അലോൺ കഥയായിരുന്നു. ഇനി ഇതിലേക്ക് LCU കണക്ട് ചെയ്യോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ലൈക്ക് അമീർ ഖാന്റെ സീനിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അമീർ ഖാൻ ചിലപ്പോ വില്ലനായിരിക്കാം, പറയുന്നത് കേട്ടായിരുന്നു നമുക്ക് റോളക്സിന്റെ ബ്രദർ ആയിരിക്കും അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യണം.
അത് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഇപ്പൊ നമ്മള് ഫാൻ ഷോ ആണെങ്കിലും ഒബ്വിയസ്ലി ഫാൻ ഷോക്ക് പോവാനുള്ള കണ്ടന്റ് എന്തായാലും ഉണ്ടാവും. എന്തോ ഒരു സസ്പെൻസ് ഇതിലുണ്ട്. എനിക്ക് തോന്നുന്ന ആ റോളക്സ് സൂര്യ വന്ന പോലെ ഇതിൽ എന്തോ ഒരു സസ്പെൻസ് ഉണ്ട്. ഇപ്പൊ ഇനി ഹോളിവുഡിൽ എങ്ങനെ ഇറക്കിയാലോ, ഹോളിവുഡും കൂടി കുറവുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ലോകേഷ് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇപ്പൊ വിക്രം മൂവിയില് കമൽഹാസൻ ഒരു അടിപൊളി ഇന്റർവൽ സീൻ ഉണ്ട്, ഇതിൽ അതേപോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് രജനി ഫാൻ ആണോ അല്ലേ അല്ലാത്ത ആൾക്കാർക്ക് പോലും എന്താ ഗൂസ്ബംസ് അടിക്കും എന്തായാലും. ലോകേഷ് രജനീകാന്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആദ്യമായിട്ട് കഥ പറയാൻ വന്നപ്പോ തന്നെ പറഞ്ഞത് ഞാൻ കമൽ ഫാനാന്നാണ്. അത്ര പക്ഷെ കമൽ ഫാനാന്ന് വെച്ചാൽ രജനി ഹെയ്റ്റർ അല്ല. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ലോകേഷ് ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത് ക്ലാസും മാസും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ശരിക്കും അത് നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ തന്നെ ഒരു നല്ലൊരു മിക്സ് ആണത്, ക്ലാസും മാസും. തമിഴ് മൂവീസിലൊക്കെ ആ ഒരു സാധനം വരുമ്പോ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇത്രയും ക്യാമറാമാൻ ഗിരീഷ് ഗംഗാധര മലയാളിയാണ്, നമ്മുടെ വിക്രത്തിന്റെ ക്യാമറാമാൻ ആയിരുന്നു. രജനീകാന്ത് പറഞ്ഞത് ഇത്ര ഹാൻസം ആയിട്ടുള്ള ഒരു ക്യാമറാമാനെ ഞാൻ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ വിക്രത്തിന്റെ ക്യാമറ വർക്കും നല്ലതായിരുന്നു. അതേപോലെ ഒരു ഇത് പിന്നെ ട്രെയിലറിൽ നമ്മുടെ രജനീകാന്തിന്റെ ട്രെയിലർ ക്ലൈമാക്സിൽ നടത്തം പണ്ടത്തെ വിൻഡോസ് രജനീകാന്ത് ഒക്കെ കൊണ്ടുവരുന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ എന്തായാലും നമുക്ക് കാണാം അല്ലെ. ഈ പറഞ്ഞ 14-ാം തീയതി അറിയാം. ഇനി പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു തമിഴ് സിനിമകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ലിയോ ആണ്. എനിക്ക് തോന്നുന്നു എമ്പുരാനാണ് ശരിക്കും കളക്ഷൻ, അതിന്റെ തൊട്ട് താഴെ ലിയോ ആണ് എന്നാണ്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ലിയോയാണ്. ഐ മീൻ ഇപ്പൊ ലിയോ ആണ് ശരിക്കും ഒരു റെക്കോർഡ്സിൽ നിൽക്കണേ. ലിയോന്റെ ഇത് ബ്രേക്ക് ചെയ്യോ എന്നുള്ളത് നമുക്ക് ലിയോ ലോകേഷ് കനകരാജൻ മൂവിയാണല്ലോ, അപ്പൊ വീണ്ടും ഒരു ലോകേഷ് മൂവി അത് ബ്രേക്ക് ചെയ്താണ് എന്റെ പ്രതീക്ഷയും. അതും ഹിറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളെ ഡിസപ്പോയിന്റ്മെന്റ് എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. അത് LCU ആവണം തന്നെ ഉണ്ട് എനിക്ക്. അതും നമ്മളിപ്പോ ലിയോ എനിക്ക് ഇത് പേഴ്സണൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും ഒരുമിച്ച് കാണാന്ന് പറയുന്നത് എന്റെ കാശ് മുതലാവുന്ന ഒരു കാര്യം. ബാക്കി കഥയോ ഒക്കെ എനിക്ക് സെക്കൻഡറി. എനിക്ക് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന രജനീകാന്ത്, ഉപേന്ദ്ര, സത്യരാജ്, നാഗാർജുന, പിന്നെ നമ്മുടെ സൗബിൻ, ആമീർ ഖാൻ, ഇവരെല്ലാരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് പ്യുവർ എന്റർടൈൻമെന്റ് ഫീൽഡിൽ പോയി കണ്ട മൂവി ആയിരിക്കും. സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇരുത്തം. അപ്പോ എന്തായാലും August 14th വലിയ പ്രതീക്ഷയോടെ നമ്മൾ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கு.